എനിക്കുണ്ടായ ചെറിയ 5 സെന്റും ഒക്കെ പണയം വെച്ചിട്ടാണ് ഇതേപോലുള്ള വ്യവസായ സംരംഭം തുടങ്ങിയത്. ഗവൺമെന്റ് തലത്തിൽ സബ്സിഡികളോ എനിക്ക് വേണ്ടുന്ന ഒരു തരത്തിലുള്ള സപ്പോർട്ടുകളും ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കൊടുത്തിരുന്നു. കെ രാജീവ് സാറിനെ നേരിട്ട് പോയി കണ്ടിരുന്നു, അദാലത്തിൽ പോയിരുന്നു, എല്ലാ തലത്തിൽ പോയിട്ട് അത്രയും ജനത്തിരക്കുകളിൽ പേപ്പർ കൊടുത്തിട്ടുണ്ടെങ്കിലും അവർ വിളിച്ചിരുന്നു. പക്ഷെ അതൊന്നും നമുക്ക് സാധ്യമല്ല എന്നാ പറഞ്ഞത്. ഇപ്പോൾ ഒരു വണ്ടിയില്ല, കമ്പനിയിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നില്ല. പക്ഷെ മെസ്സേജുകൾ വരുന്നു, മുഖ്യമന്ത്രി ഞാൻ നിങ്ങളെ കൂടിയുണ്ട് എന്ന് മെസ്സേജ് വരുന്നു. നമസ്കാരം. കേരളം നിക്ഷേപ സൗഹൃദമാണ് അല്ലെങ്കിൽ വ്യാവസായിക സൗഹൃദമാണ് എന്നെല്ലാമാണ് നമ്മുടെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും എല്ലാം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതേ സിസ്റ്റത്തെ വിശ്വസിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ നിക്ഷേപിച്ച ഒരു യുവാവിന് ഉണ്ടായ ദുര്യോഗമാണ് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് സ്വദേശിയായ ലൈജേഷ് കണ്ടോത്തിന് പറയാനുള്ളത്. അദ്ദേഹത്തിന്റെ നീലഗിരി ടീ മാനുഫാക്ചറിംഗ് കമ്പനി ഇത്തരത്തിൽ സർക്കാരിന്റെയും മറ്റു ഉദ്യോഗസ്ഥരുടെയും എല്ലാം അനാസ്ഥ കാരണം സമയത്ത് നിക്ഷേപം കൃത്യമായി ലഭിക്കാത്തത് കൊണ്ട് അടച്ചുപൂട്ടലിന്റെ വക്കിലാണ് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ലൈജേഷ് ചേട്ടൻ നമ്മളോടൊപ്പം ഉണ്ട്. ചേട്ടാ, വലിയൊരു ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലെ? എന്താണ് സംഭവിച്ചതെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാം. ഞാൻ ഗൾഫിലും ഖത്തർ അല്ലെങ്കിൽ ഷാർജ, റാസൽ ഖൈമ, ഒമാൻ എന്നീ സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുകയും ആദ്യ കമ്പനി വിപ്രോയിലൊക്കെ 10 വർഷം വിപ്രോ കമ്പനിയിൽ ജോലി ചെയ്യുകയും പിന്നെ സ്വന്തം നാട്ടിൽ തന്നെ ഒരു മാനുഫാക്ചറിംഗ് കമ്പനി രൂപകൽപ്പന ചെയ്യാം എന്നുള്ള അടിസ്ഥാനത്തിൽ നീലഗിരി ഗ്രൂപ്പ് ഓഫ് കമ്പനി എന്ന പേരിൽ കിൻഫ്ര പാർക്കിൽ അതിനു മുന്നേ പല ചെറിയ സ്ഥലങ്ങളിൽ പാക്ക് ചെയ്ത് അതിന്റെ ക്വാളിറ്റിയും അതിന്റെ പ്രോസസ്സിംഗും ഒക്കെ കംപ്ലീറ്റ് ആയതിനു ശേഷം കിൻഫ്ര പാർക്കിൽ സ്ക്വയർ ഫീറ്റിന് 6 രൂപ എന്ന നിരക്കിൽ ഞാൻ 1000 സ്ക്വയർ ഫീറ്റ് സ്ഥലം വാങ്ങുകയും അവിടെ നീലഗിരി ഗ്രൂപ്പ് ഓഫ് കമ്പനി രൂപകൽപ്പന ചെയ്യുകയും മിഷനറീസും ഒക്കെ ഉൾപ്പെടെ ഏകദേശം 2 CR മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും അതുകൂടാതെ 4ഓളം സപ്ലൈ ചെയ്യുന്ന വണ്ടികളും ഏകദേശം 10ഓളം ജീവനക്കാരും അടങ്ങുന്ന ഒരു കമ്പനി ചെറിയ തോതിൽ മുന്നോട്ട് പോകുന്ന സമയത്താണ് യാദൃശ്ചികമായിട്ട് കൊറോണ പോലെയുള്ള ചെറിയ പ്രോബ്ലംസ് വരികയും അതിലേക്ക് ഇൻഫ്രാ പാർക്കിന്റെ തലത്തിൽ നിന്നും അത് വാടക ഇനത്തിൽ കുറവ് തരുമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ഏകദേശം 1.5 ലക്ഷം ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരുപാട് മെസ്സേജ് അയക്കുകയും അതിനുശേഷം ഞാൻ ആ സമയത്ത് സ്ഥലത്ത് ഇല്ലാതെ കാരണം അത് എൻ്റെ ഷട്ടറിന്റെ മുകളിലേക്ക് ഒട്ടിക്കുകയും അവരെ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആയി അത് മറ്റുള്ളവർക്ക് കൈമാറാൻ പോകുന്നു എന്ന വിവരം ലഭിക്കുകയും ചെയ്തു. ഒരുപാട് തവണ തിരുവനന്തപുരം പോലുള്ള കിൻഫ്രയുടെ MD തോമസ് കോശി സാറിൻ്റെ അടുത്ത് പോവുകയും വിനീതമായി അപേക്ഷ നൽകുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ വ്യവസായ വകുപ്പിന്റെ 35% സബ്സിഡി ഉൾപ്പെടെ ലഭിക്കാനുള്ള എല്ലാ ഇൻവെസ്റ്റ്മെന്റും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വരെ എനിക്ക് സബ്സിഡിയുമായിട്ടുള്ള ഒരു തരത്തിലുള്ള പ്രോസസ്സിംഗ് നടന്നിട്ടില്ല എന്ന് മാത്രമല്ല പല മുഖ്യമന്ത്രി ഉൾപ്പെടെ വ്യവസായ വകുപ്പിന്റെ P രാജീവ് സാർ ഉൾപ്പെടെ മേഖലകളിൽ വരുമ്പോൾ അവരെ തലത്തിൽ പേപ്പർ പരാതി എന്ന രീതിയിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ആരെയും കുറ്റം പറയുന്നില്ല. കാരണം ഇതേപോലുള്ള സംരംഭകർ മുന്നോട്ട് വരുമ്പോൾ ഒരുപാട് രാവും പകലും അതായത് ചെറിയ സ്വത്ത് വരെ പണയം വെച്ചിട്ടാണ് 5 സെന്റും എനിക്കുണ്ടായ ചെറിയ 5 സെന്റും ഒക്കെ പണയം വെച്ചിട്ടാണ് ഇതേപോലുള്ള വ്യവസായ സംരംഭം തുടങ്ങിയത്. 2021-ലും 2022-ലും വ്യവസായ വകുപ്പിന്റെ അതോറിറ്റികളും സർക്കാരിന്റെ നേതൃത്വത്തിൽ അവാർഡുകളും മലബാർ എന്ന് പറയുന്ന ബുക്കിലൊക്കെ നല്ല രീതിയിൽ AV തോമസ് സാറിനെ പോലുള്ള കമ്പനികളുടെ തലത്തിൽ തന്നെ നമ്മുടെ കമ്പനിയും ക്വാളിറ്റി തലത്തിൽ വരുന്നുണ്ട് എന്നും ഒരുപാട് തൊഴിൽ സാധ്യതയുള്ള മേഖലയാണെന്നും കേരളത്തിലുടനീളം ആയിരക്കണക്കിന് തൊഴിലാളികൾക്കും വണ്ടികളും സപ്ലൈകളും ഡിസ്ട്രിബ്യൂട്ടറും സൂപ്പർ സ്റ്റോക്കിസ്റ്റുമായിട്ട് ഒരുപാട് ബൈ പ്രോഡക്റ്റുകളും കൊണ്ടുവരാൻ പറ്റുമെന്നുമുള്ള എല്ലാ പ്രൊജക്റ്റുകളും ഉണ്ടായിരുന്നു. പക്ഷേ സൗഭാഗ്യകരമെന്ന് പറയട്ടെ, ഒരു തരത്തിലും എനിക്ക് വേണ്ട തരത്തിൽ ആരും തന്നെ ഇൻവെസ്റ്റേഴ്സോ അതേപോലെ തന്നെ ഗവൺമെന്റ് തലത്തിൽ സബ്സിഡികളോ എനിക്ക് വേണ്ടുന്ന ഒരു തരത്തിലുള്ള സപ്പോർട്ടുകളും ഉണ്ടായിട്ടില്ല. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അവാർഡുകൾ കിട്ടിയിരുന്നു. അതെ. എന്തെല്ലാം അവാർഡുകളായിരുന്നു? 2021-ൽ ബെസ്റ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിക്കുള്ള അവാർഡ്, വ്യവസായ വിപണന നൈപുണ്യത്തിനുള്ള അവാർഡുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരുപാട് ചെറിയ മേളകളിൽ എനിക്ക് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. എന്റെ കേരളം പരിപാടികളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് സർക്കാർ നടത്തുന്ന പരിപാടി, സർക്കാർ നടത്തുന്ന പരിപാടി. അതേ സമയത്ത് തന്നെയാണോ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ സബ്സിഡി നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? സബ്സിഡി 35% സബ്സിഡിയാണ്. പക്ഷെ അതിന്റെ പേപ്പർ വർക്കുകൾ കൊടുത്തു കഴിഞ്ഞാൽ തരുന്ന പറഞ്ഞത്. പക്ഷെ ആ പേപ്പർ വർക്കുകൾ CA-കാരൻ സൈൻ ചെയ്യണമെങ്കിൽ ഏകദേശം എത്രയോ പൈസകൾ വേണം. ആ സമയത്ത് എന്റെ കയ്യിൽ പൈസയില്ല, ഒരു പൈസ പോലും എടുത്ത് ചെയ്യാനില്ല. എന്നിട്ട് ഈ ഒരു വിഷയം സർക്കാരിന്റെ ശ്രദ്ധപ്പെടുത്തിയിരുന്നു? ആ സർക്കാരിന്റെ തലത്തിൽ ഒരു 10 പ്രാവശ്യം 20 പ്രാവശ്യം ഒന്നല്ല, അവരോട് നേരിട്ട് പോയിട്ട് വ്യവസായ മന്ത്രിയെ കണ്ടിരുന്നു, മുഖ്യമന്ത്രിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കൊടുത്തിരുന്നു, കെ രാജീവ് സാറിനെ നേരിട്ട് പോയി കണ്ടിരുന്നു, അദാലത്തിൽ പോയിരുന്നു, എല്ലാ തലത്തിൽ പോയിട്ട് അത്രയും ജനത്തിരക്കുകളിൽ പേപ്പർ കൊടുത്തിട്ടുണ്ടെങ്കിലും അവർ വിളിച്ചിരുന്നു. പക്ഷെ അതൊന്നും നമുക്ക് സാധ്യമല്ല എന്നാ പറഞ്ഞത്. ഇപ്പോഴും എൻ്റെ ഈ വോട്ടെടുപ്പിനും
ഈ സമയത്ത് ഇലക്ഷൻ സമയത്ത് അതിനു മുന്നേയും മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ഒക്കെ വെച്ച് പ്രൊഫൈൽ പിക്ചറൊക്കെ വെച്ചിട്ട് മുഖ്യമന്ത്രി നിങ്ങളെ കൂടിയുണ്ട്, പിന്നെ ഞങ്ങൾ നിങ്ങളെ കൂടിയാന്ന് പറഞ്ഞ പ്രൊഫൈൽ പിക്ചർ മുഖ്യമന്ത്രി ഫോട്ടോ ഒക്കെ വെച്ചിട്ട് നിങ്ങളുടെ ഫയൽ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വരുന്നു. പരാതി കൊടുത്തിട്ട് എത്രയായി? പരാതി കൊടുത്തിട്ട് ഏകദേശം വർഷങ്ങളായി. എന്നിട്ട് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് സമയത്തും ഈ കഴിഞ്ഞ ആഴ്ച വരെ ഏറ്റവും അവസാനം ഇപ്പൊ നമ്മളിപ്പോ സംസാരിക്കുന്ന സമയത്ത് എന്താണ് ഇതിന്റെ അവസ്ഥ? ഇപ്പം പൂട്ടിക്കിടക്കുന്ന, അതായത് എനിക്ക് എന്റെ ബാഗും എന്റെ പാസ്പോർട്ടും എന്റെ ആധാർ കാർഡും എന്റെ അതേപോലെയുള്ള രേഖകളൊക്കെ കിൻഫ്ര പാർക്കിന്റെ ഉള്ളിൽ മിഷനറീസ് അതേപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണെങ്കിൽ തുരുമ്പെടുക്കില്ല, അത്രയും ക്വാളിറ്റിയിൽ ഉണ്ടാക്കിക്കൊണ്ട ഇതാണ്. എന്റെ കമ്പ്യൂട്ടർ അതേപോലെ തന്നെ കുറച്ച് ഒരു 1.5 വർഷം മുന്നേ ഞാൻ കിൻഫ്ര പാർക്കിലേക്ക് പോയപ്പോൾ എന്റെ ഒരു 70,000 രൂപന്റെ മിഷനറി അവിടുന്ന് കളവ് പോയിട്ടുണ്ട്. ഞാൻ പോയപ്പോൾ എന്റെ മിഷനറി അവിടുന്ന് കളവ് പോയിട്ടുണ്ട്. പക്ഷെ അതിനാരും അവർ ഉത്തരവാദിത്തം അല്ല എന്ന് പറയുന്നു. പക്ഷെ അതൊന്നും എനിക്ക് വിഷയമില്ല. എന്റെ സ്വപ്ന പദ്ധതി, അതായത് എന്റെ സ്വപ്ന പദ്ധതിയിൽ വർഷങ്ങളോളം വിദ്യാഭ്യാസം കഴിഞ്ഞ പല കമ്പനികളിൽ നിന്ന് ഇപ്പൊ ഞാൻ ചെയ്യുന്നത് സെക്യൂരിറ്റി ഇതാണ്. അതായത് കിയ എന്ന് പറഞ്ഞ കണ്ണൂരിലെ കാർ ഷോറൂമിൽ ഈ 48 മണിക്കൂർ ജോലി ചെയ്യും, രാവിലെയും രാത്രിയും, പിറ്റേന്ന് രാവിലെയും പിറ്റേന്ന് രാത്രിയും ചെയ്ത്. പക്ഷെ ഏത് തൊഴിലിനെയും ഏത് തൊഴിലാളികളെയും ഞാൻ അത്രമാത്രം സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു സ്വപ്ന പദ്ധതി അവിടെ കിടക്കുമ്പോൾ അതിലേക്കുള്ള ഒരു സ്റ്റെപ്പായിരിക്കാം ഈ സെക്യൂരിറ്റി ആയാലും ഫുട്പാത്ത് കച്ചവടമായി കപ്പയും ചേനയും ചേമ്പും അതേപോലെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ വിറ്റ് നടന്നിട്ടും ഞാൻ ആ കമ്പനി കൊണ്ടുവന്നായിരുന്നു. കൊറോണ സമയത്ത് എല്ലാവരും എന്നോട് സ്നേഹം തന്നെയാണ്, സഹകരണം തന്നെയാണ്. പക്ഷേ ഒരു കാര്യത്തിന് ഒരുപാടൊക്കെ തൊഴിൽ നൽകാൻ പറ്റുന്നു. നല്ലൊരു നല്ല പ്രൊജക്ട് ഞാൻ ആരോടും പറയുന്നില്ല എനിക്ക് ജോലിയില്ല എന്ന് ഞാൻ പറയുന്നില്ല. അടുത്ത സ്റ്റെപ്പ് ഞാൻ നോക്കി. പക്ഷെ സംരംഭം പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ സർക്കാർ ഏറ്റെടുത്തോട്ടെ, നശിച്ചു പോകുന്നതിനെക്കാട്ട് സർക്കാർ ഏറ്റെടുക്കട്ടെ. എൻ്റെ കോടികളുടെ മുതലാണ് അവിടെ കിടക്കുന്നത്. എൻ്റെ സ്വത്ത് എനിക്ക് വീട്ടിൽ പോകാൻ പറ്റുന്നില്ല. അമ്മ ഏകദേശം 70 വയസ്സെത്തിയ അമ്മ 5 സെന്റ് സ്ഥലം അത് സഹകരണ ബാങ്കിൽ വെച്ചിട്ടാ ഉള്ളത്. അന്നും 1 ലക്ഷം രൂപ കിട്ടാൻ വേണ്ടി 5 സെന്റിന്റെ ഇത് കൊണ്ടുപോയി വെക്കേണ്ടി വന്നിന്. പക്ഷെ സബ്സിഡിക്ക് വേണ്ടിയിട്ട്, അതായത് എപ്പം വ്യവസായ സംരംഭകർ എന്നോട് പറയും ലൈജേഷ് എന്ന് പറഞ്ഞ വ്യക്തി സബ്സിഡിക്ക് വേണ്ടി നമ്മുടെ അടുത്ത് വന്നിട്ട് പറയാറില്ല, അത് അയാളെ ക്വാളിറ്റിയാണ്. പക്ഷെ ആവശ്യം വന്നപ്പോൾ അവർ അറിഞ്ഞു തന്നില്ല. കാരണം ബാക്കിയുള്ളവർ സബ്സിഡിയാണ് ആദ്യം ചോദിക്കുന്നത്. ഞാൻ എൻ്റെ കയ്യിലുള്ള പൈസ എടുത്ത് മിഷനറീസും മെറ്റീരിയലും ഒക്കെ വാങ്ങി വണ്ടിയെല്ലാം തുരുമ്പെടുത്ത് കൊണ്ടുപോയി. ഇപ്പൊ ഒരു വണ്ടിയില്ല, കമ്പനിയിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നില്ല. പക്ഷെ മെസ്സേജുകൾ വരുന്നു, മുഖ്യമന്ത്രി ഞാൻ നിങ്ങളെ കൂടിയുണ്ട് എന്ന് മെസ്സേജ് വരുന്നു. പക്ഷെ എനിക്ക് എന്താ ചെയ്യേണ്ടത്? എന്നാലും പ്രതീക്ഷയുണ്ട്. ആരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല. പക്ഷെ ഇതേപോലെ ഒരുപാട് സംരംഭകരും കാര്യങ്ങളും ഒക്കെ ഇവിടുന്ന് ആത്മഹത്യയിലും ഇവിടെ നാട് വിട്ടുപോയിട്ടും ഒക്കെ വിദേശ രാജ്യങ്ങളിലും പിന്നീട് തിരിച്ചു വരാതെ ഒരു സ്ഥിതിവിശേഷം വരുന്ന വെച്ചാൽ നമ്മൾ ആരെയും വേറെ ഇത് ചെയ്തിട്ടില്ല. നമ്മൾ സ്വന്തം പ്രൊജക്ട് നീലഗിരി ഗ്രൂപ്പ് ഓഫ് കമ്പനി, നീലഗിരി എന്ന് പറഞ്ഞ ഓൺ ബ്രാൻഡ്, ഒരാളെയും ഒന്നും ചെയ്തിട്ടല്ല. അതിൽ തൊഴിൽ കൊടുക്കാൻ പറ്റുമോ? നമ്മളെ കുടുംബവും അതിന്റെ സമൂഹവും, ഒരു വ്യക്തി വളരുമ്പോൾ സമൂഹം വളരും എന്ന ചിന്താഗതിയിലൂടെയാണ് നമ്മൾ പോയത്. പക്ഷേ വ്യക്തിക്കും വളരാൻ പറ്റിയില്ല, അത് സമൂഹത്തിന് ഗുണവും ഉണ്ടായില്ല, കിൻഫ്ര പാർക്കിലുള്ളവർക്ക്. എന്നിട്ട് ഞാനത് ഹൈക്കോർട്ടിലേക്ക് എനിക്ക് അവിടെ കയറാൻ പറ്റൂല എന്നുള്ള ഇത് വന്നപ്പോൾ എനിക്ക് ഒരു ഇതുമില്ല. എന്ന് വെച്ചാൽ ഒരു മന്ത്രിമാരും ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു പേപ്പർ മുഖവിലക്ക് എടുക്കുന്നില്ല. 10,000-കണക്കിന് ആൾക്കാരെ ഉള്ള സ്ഥലത്താണ് ക്യൂ നിന്നിട്ട് ലാസ്റ്റ് പരാതി കൊടുത്തിട്ട് അവരെ എഴുതി വെച്ച് സ്ലിപ്പ് തന്ന് നമ്പർ ഇട്ട് തരുന്നു. മാസങ്ങളും വർഷങ്ങളും 1, 1.5, 2 വർഷം കഴിഞ്ഞു. എന്നിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു, ഒരു പ്രഹസനം പോലെ, ഒരു പ്രകടനം പോലെ. പക്ഷെ എനിക്ക് അഭിമാന പ്രശ്നം പോലെ തന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഞാൻ ഒരു ആത്മഹത്യയും ഉണ്ടാവില്ല, ഒരു സംഭവം ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് വിശ്വാസമുണ്ട്, അത് എങ്ങനെയായാലും കിൻഫ്ര പാർക്ക് എന്നല്ല, ഇനി എവിടെയായാലും നീലഗിരി ഗ്രൂപ്പ് ഓഫ് കമ്പനി, നീലഗിരി മാനുഫാക്ചറിങ് കമ്പനി എന്തെന്നായാലും ഇന്നലെ 4 ആയുസ് ഉണ്ടെങ്കിൽ എന്താ കാരണം വെച്ചാൽ ഞാൻ തളർന്നാൽ ഒരുപാട് സംരംഭകർ, പുതിയ സംരംഭകർ, അച്ചാർ ഉണ്ടാക്കുന്ന ഒരുപാട് ഇത്തമാറും ചെറിയ ചെറിയ ആൾക്കാരും കടന്നു വരുന്നു. അച്ചാറ്, കടി പൗഡർ, ഇങ്ങനെയൊക്കെ നമുക്ക് അറിയാം. അവരൊക്കെ കടന്നു വരും. അവർ പറഞ്ഞ നിങ്ങൾ രക്ഷപ്പെട്ടാൽ നിങ്ങൾ തരുന്ന ഓരോ ട്രേഡ് മാർക്കും നിങ്ങളെ പ്രൊഡക്റ്റ് ബ്രാൻഡിങ്ങും കണ്ടിട്ടാണ് നമ്മൾ ഇതിലേക്ക് കടന്നു വരുന്നത്. പക്ഷെ ഇന്ന് അവരെ ഫേസ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. കാരണം ഞാൻ താഴേക്ക് പോകുമ്പോൾ എനിക്ക് സബ്സിഡി കിട്ടിയാൽ മതിയായിരുന്നു. 25-30 ലക്ഷം രൂപ ഞാൻ മുടക്കിയതിന്റെ സബ്സിഡി 35% പോട്ടെ 30% കിട്ടാനുണ്ട്. അതുപോലും മുഖവിലക്ക് എടുക്കുന്നില്ല. ഇന്നസെന്റിനെ ബ്രാൻഡ് അംബാസഡറായി കൊണ്ടുവരുമെന്ന് പറഞ്ഞത് കോടികൾ കൊടുത്തിട്ടല്ല. അഭിമാനം. അദ്ദേഹം മരിച്ചപ്പോഴും ഞാൻ അവിടെ പോയി, തിരക്കൊന്നുമില്ലാതെ ഒറ്റയ്ക്ക് കാണാൻ പോയി. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയും എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയും അതേപോലെ പുതിയ സംരംഭകരുടെ പ്രാർത്ഥന ഉണ്ടാവും. പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്തിൽ യാദൃശ്യമായി നിങ്ങളെ കണ്ടപ്പോൾ ഒരു കാര്യം ഇങ്ങനെ സംസാരിക്കണം തോന്നി. പക്ഷെ ഇതാരെയും വരുന്ന ഭരണകർത്താക്കളെയായാലും ഉള്ള ഭരണകർത്താക്കളെയും ആരെയും നമ്മൾ ഇത് പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ചിന്തിക്കണം, എത്ര ജീവനും ജീവിതവും പണയം വെച്ച് സ്വന്തം പൊക്കിൾ കൊടി കുഴിച്ചിട്ട സ്ഥലത്ത് മരിക്കുമ്പോഴും നിൽക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ മറ്റുള്ളവർക്ക് മാതൃകയാകണം എന്ന് കരുതി ഓൺ ബ്രാൻഡാണ്. വല്ലാത്തൊരു ദുരിതത്തിലൂടെയാണ് ലൈജേഷ് കടന്നു പോകുന്നത്. സർക്കാരിനെ വിശ്വസിച്ച് കോടികൾ നിക്ഷേപിച്ച ഒരു സ്ഥാപനം, എന്നാൽ കൃത്യസമയത്ത് സബ്സിഡി പോലും ലഭിക്കാത്തത് കാരണം അദ്ദേഹത്തിന്റെ കമ്പനി അടച്ചുപൂട്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ
അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു, വർഷങ്ങളോളം നീണ്ട അദ്ദേഹത്തിന്റെ അധ്വാനമായിരുന്നു, എല്ലാം തന്റെ കൺമുന്നിൽ വെച്ച് ഒലിച്ചു പോയതിന്റെ വലിയ ദുഃഖത്തിലാണ് ആ മനുഷ്യൻ നമ്മളോട് സംസാരിച്ചത്. എന്നാലും താൻ തകരില്ല, താൻ തളരില്ല, താൻ ഇനിയും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസവും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇദ്ദേഹത്തെ പോലുള്ള നിക്ഷേപകരെ കാണാതെ എങ്ങനെയാണ് ഒരു ഗവൺമെന്റിന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക? ഇദ്ദേഹത്തെ പോലുള്ള നിക്ഷേപകരില്ലാതെ എങ്ങനെയാണ് ഒരു സമൂഹത്തിന് ഉയർന്നു പോകാൻ വേണ്ടി സാധിക്കുക? എന്ത് തന്നെയായാലും ലൈജേഷന് നിയമാനുസൃതമുള്ള എല്ലാ സഹായങ്ങളും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കേണ്ടതുണ്ട്. നിഖിൽ കക്കാടത്ത്, മറുനാടൻ മലയാളി.